ഹായ്, അശ്മിത് ബിന്ദിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചും നമ്മളത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നതിനെക്കുറിച്ച്. നല്ല റെസ്പോൺസ് ആയിരുന്നു അതിന് വന്നിരുന്നത്. ഒത്തിരി പേര് പിന്നെയും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ച് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റയിലും എനിക്ക് ഒത്തിരി അധികം മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ എടുക്കാൻ കുറച്ച് താമസിച്ചു. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഗാർമെൻറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച്. ഇപ്പോൾ ഹോൾസെയിൽ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ റീറ്റെയിൽ മാത്രം ചെയ്യുന്നവരുണ്ട്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിട്ട് ഇപ്പോൾ കുർത്തി ബ്രാൻഡ് ഒരു നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ തുടങ്ങുന്നവരുണ്ട്. അതുപോലെ റീസെല്ലിങ്, നമുക്കിപ്പോൾ പൈസ കൊടുത്ത് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നില്ല, റീസെല് ചെയ്യുന്നു, അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതൊന്നും അല്ലാണ്ട് വേറൊരു കൂട്ടരുണ്ട്, മാനുഫാക്ചേഴ്സിൻ്റെ നിന്ന് എടുത്തിട്ട് അവർ റീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതായത് ഹോൾസെയിലായിട്ട് അവർ മാനുഫാക്ചറേഴ്സിനെ എടുക്കുന്നു, കൈ നനയാണ്ട് മീൻ പിടിക്കുക എന്നുള്ളൊരു പരിപാടിയിൽ അവരിതൊന്നും പൈസ ഇറക്കുന്നില്ല, ഒന്നുമില്ല. അവരൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നു, ഹോൾസെയിൽ മാനുഫാക്ചറേഴ്സിൽ നിന്ന് എടുക്കുന്നു, അവരുടെ കയ്യിലോട്ട് എടുക്കുന്നില്ല, നേരെ ഇതുപോലെ ഷോപ്പുകളിലോട്ടോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ബിസിനസ് നടക്കുന്നവർക്കോ കൊടുക്കുന്നു. അങ്ങനെയുള്ള പലതരത്തിൽ ഉള്ള ബിസിനസ് ടെക്സ്റ്റൈലിൻ്റെ നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കി ഒരു ബിസിനസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ ഉള്ളത് എന്ത് ഐറ്റം. ഇപ്പോൾ ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റങ്ങളും കയറും. ബുട്ടീക്ക് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് എന്താണ് നമുക്ക് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കൂടുതലും കുർത്തീസ്, സാരി, ഇതെല്ലാം ഓൺലൈൻ ഭയങ്കരമായിട്ട് സെയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവരാണെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ചെറിയൊരു യൂണിറ്റ് ആയിട്ടൊന്നും വേണ്ട, ചെറിയൊരു സ്റ്റിച്ചിങ് സെൻറ്ററും ഒരു ചെറിയ ബുട്ടീക്കിംഗ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, ചെറിയ രീതിയിൽ തുടങ്ങാവുന്നതാണ്. ഇത് പലതരത്തിലും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മളിപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻസ്റ്റയിലുമായിട്ടും എഫ്ബിയിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ര ഈസിയുള്ള പരിപാടിയല്ല കേട്ടോ. നമുക്കത് ഇച്ചിരി കഷ്ടപ്പെട്ട് മെനക്കെട്ടുകൾ മാത്രം റിസൾട്ട് കിട്ടുന്നൊരു ബിസിനസ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ കൂടുതലും പെട്ടെന്ന് റീച്ചാവുന്ന പേജുകൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കണ്ടുവരുന്ന മിക്കവാറും തന്നെ എല്ലാവരും ഒന്നെങ്കിൽ യൂട്യൂബ് വ്ളോഗ് ചെയ്യണവരും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ, അവർക്ക് ഓൾറെഡി ഫോളോവേഴ്സ് ഉണ്ട്, അവർക്ക് ബിസിനസ് ചെയ്താൽ വേഗം സെയിലാവും, അത് കറക്റ്റാണ്. പക്ഷേ നമ്മളൊരു ഇതുപോലെ ഫേസ്ബുക്കോ ഇൻസ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരാൾക്കാർ വന്ന് ഇതുപോലെ പെട്ടെന്നൊരു ഫോളോവേഴ്സിന് കിട്ടുക എന്നുള്ളത് എത്ര പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം ഇതുപോലെ ഒരു റീച്ച് കിട്ടുള്ളൂ. അതിന് രാവും പകലും കിടന്ന് നമ്മൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഞങ്ങൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ പറഞ്ഞായിരുന്നു 2017 ഡിസംബറോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതുമുതൽ ഇതുവരെയുള്ള ഞങ്ങളുടെ ജേർണി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും അങ്ങനെ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് അടുത്തായിട്ട് നമുക്ക് ചെയ്യാം. ഇന്നത്തേക്ക് നമുക്ക് നിർത്താം.